ആഗോളതലത്തിൽ ഏറ്റവും വലിയ പ്രവാസി സമൂഹമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വിദേശത്ത് ജോലിയും ഉന്നത വിദ്യാഭ്യാസവും തേടിപ്പോകുന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നത് അവരുടെ കൈകളിലിരിക്കുന്ന പാസ്പോർട്ടാണ്. എന്നാൽ ഈയിടെ പുറത്തു വന്ന 2026 ഗ്ലോബൽ പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 125-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന വാർത്ത പ്രവാസി സമൂഹത്തിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. രാജ്യം സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയമായും വളരുമ്പോൾ എന്തുകൊണ്ടാണ് പാസ്പോർട്ടിന്റെ ശക്തി കുറയുന്നത് എന്ന ചോദ്യം പരക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ഈ റാങ്ക് ഇടിവിനെ കേവലം ഒരു തകർച്ചയായി കാണുന്നതിനപ്പുറം ആഗോളതലത്തിൽ യാത്രാ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെ മാറിമറിയുന്നു എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അംബാസഡറും പ്രമുഖ വിദഗ്ധയുമായ ഡോക്ടർ അനിന്ദ സിന്ധാന വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് 125-ലേക്ക് താഴ്ന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സൂചികയിൽ ഇന്ത്യയുടെ സ്വന്തം പാസ്പോർട്ട് സ്കോർ കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 45.1-ലേക്ക് ഉയരുകയാണ് ചെയ്തത്. സ്വന്തം നിലവാരം മെച്ചപ്പെടുത്തിയിട്ടും റാങ്കിങ്ങിൽ രാജ്യം പിന്നോട്ട് പോയി എന്ന വൈരുദ്ധ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെ ഒരു ഓട്ടമത്സരത്തോട് നമുക്കൊന്ന് ഉപമിക്കാം. നമ്മൾ മുൻപത്തേക്കാൾ വേഗത്തിൽ ഓടിയാലും നമുക്കൊപ്പം മത്സരിക്കുന്ന മറ്റു രാജ്യങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ മുന്നേറുമ്പോൾ നമ്മുടെ സ്ഥാനം സ്വാഭാവികമായും പിന്നിലാകും. ചൈന, വിവിധ ഗൾഫ് രാജ്യങ്ങൾ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവ തങ്ങളുടെ പൗരന്മാർക്കായി വിസാരഹിത യാത്രകൾ അതിവേഗം വിപുലീകരിക്കുകയാണ്. ഈ ആഗോള മത്സരത്തിൽ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ വേഗത്തിൽ നീങ്ങിയതാണ് ഇന്ത്യയുടെ റാങ്കിനെ സ്വാധീനിച്ചത്. പാസ്പോർട്ടുകളുടെ കരുത്തളക്കുന്ന വ്യത്യസ്ത സൂചികകളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതാണ് പലപ്പോഴും പൊതുജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ പ്രധാനമായും 2 അളവുകോലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രശസ്തമായ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രധാനമായും എയർലൈൻ ഡേറ്റയെ അടിസ്ഥാനമാക്കി വിസാരഹിത യാത്രയും വിസ ഓൺ അറൈവൽ സൗകര്യങ്ങളും മാത്രമാണ് കണക്കിലെടുക്കുന്നത്. ഈ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80-ാം റാങ്കിനടുത്താണ്. എന്നാൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഗ്ലോബൽ പാസ്പോർട്ട് സൂചിക കൂടുതൽ വിപുലമായ മാനദണ്ഡങ്ങളാണ് പരിശോധിക്കുന്നത്. യാത്രാ സ്വാതന്ത്ര്യത്തിന് പുറമെ ഒരു രാജ്യത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, പൗരന്മാരുടെ ജീവിത നിലവാരം, ഇരട്ട പൗരത്വ നിയമങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ വലിയ ക്യാൻവാസിലാണ് ഇന്ത്യ 125-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിനാൽ ഈ 2 സൂചികകളെയും ഒരേ തട്ടിൽ വെച്ച് താരതമ്യം ചെയ്ത് രാജ്യം പിന്നോട്ട് പോയി എന്ന് വിലയിരുത്തുന്നത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ. G20 കൂട്ടായ്മയിലെ സജീവ പങ്കാളിത്തവും ബ്രിക്സ് പോലെയുള്ള ആഗോള വേദികളിലെ ശക്തമായ സാന്നിധ്യവും വഴി ആഗോള ദക്ഷിണ മേഖലയുടെ ശക്തമായ ശബ്ദമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭൗമരാഷ്ട്രീയ സ്വാധീനം വളരുന്ന അതേ വേഗതയിൽ തന്നെ അതിന്റെ പാസ്പോർട്ടിന്റെ കരുത്ത് വർദ്ധിക്കണം എന്ന് നിർബന്ധമില്ല. അന്താരാഷ്ട്ര തലത്തിലുള്ള വിസ ഇളവുകൾ എന്നത് വളരെ പതുക്കെ മാത്രം സംഭവിക്കുന്ന നയതന്ത്ര പ്രക്രിയയാണ്. ഓരോ രാജ്യങ്ങളുടെയും അതിർത്തി സുരക്ഷ, കുടിയേറ്റ നിയന്ത്രണങ്ങൾ, രേഖകളുടെ സുരക്ഷിതത്വം, പരസ്പര വിശ്വാസം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വിസ ഇളവുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. സാമ്പത്തിക വളർച്ച സഹായകരമാണെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ഉഭയകക്ഷി വിശ്വാസമാണ് ഇവിടെ നിർണായക ഘടകമാകുന്നത്. കേവലം അക്കങ്ങൾക്കും റാങ്കുകൾക്കും അപ്പുറം പാസ്പോർട്ട് ശക്തിക്ക് വലിയൊരു മാനുഷിക തലമുണ്ട്. വിസ അനുമതിക്കായി ആഴ്ചകളോളം കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉത്കണ്ഠ, അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കാൻ അനുമതി തേടുന്ന ഒരു ഗവേഷകൻ, പുതിയ വിപണികൾ തേടുന്ന പ്രൊഫഷണലുകൾ, രേഖകളുടെ താമസം കാരണം മാസങ്ങളോളം അകന്നു കഴിയേണ്ടി വരുന്ന പ്രവാസി കുടുംബങ്ങൾ എന്നിവയെല്ലാം ഈ യാത്രാ പരിമിതികൾ നേരിട്ട് ബാധിക്കുന്നുണ്ട്. സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് പ്രവാസികളുടെ ജീവിതഭാരം കുറയ്ക്കുകയും അവരുടെ പ്രൊഫഷണൽ ശൃംഖലകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭാവിയിൽ ഇന്ത്യ തങ്ങളുടെ പാസ്പോർട്ട് കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ വിസ ഇളവ് കരാറുകളിൽ ഏർപ്പെടുകയും കുടിയേറ്റ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. രേഖകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര പങ്കാളിത്തം ശക്തമാക്കുന്നത് വഴി മാത്രമേ കൂടുതൽ യാത്രാ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് ഉറപ്പാക്കാൻ സാധിക്കൂ. ഒരു പാസ്പോർട്ട് എന്നത് കേവലം ഒരു യാത്രാരേഖ മാത്രമല്ല, മറിച്ച് ലോകമൊരു രാജ്യത്തോട് പുലർത്തുന്ന വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിഫലനം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.